ഹായ്, ഐ എം ജിസ്മി തമ്പുരാൻ. വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. ഒരു ചെറിയ വീഡിയോ, ഒരു അനുസ്മരണത്തിന് വേണ്ടി മാത്രം എടുത്ത ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ വിഭജിക 2 ദിവസമായിട്ട് ആ കുട്ടിയുടെ ഒരു നമ്മുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു എന്താ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മൾ 2 ദിവസം കൊണ്ട് ചർച്ചകളിലും ഒക്കെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിലും ടീച്ചർ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും അതിനുവേണ്ടി എന്തെങ്കിലും ഒന്നും പറയാതെ പോകുന്നത്, അടുത്ത വീഡിയോയിലേക്ക് പോകുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിച്ചും, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ്, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കും അല്ലേ. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു കുട്ടിയാണല്ലോ വിഭജിക. വളരെ സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ആവശ്യത്തിനുള്ള കുട്ടിയാണ്. അത് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ അവൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത്? അപ്പോൾ സ്വന്തം കുഞ്ഞിനെയും കൂടെ ഇല്ലാതാക്കിക്കൊണ്ട് അവൾ സ്വന്തം ജീവിതം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു മാനസിക നില നഷ്ടപ്പെട്ട സ്റ്റേജാണ് അല്ലേ. അതായത് ഒരു ഡിപ്രഷനിലായിട്ട് മാത്രമേ മനുഷ്യർ അങ്ങനെ ചെയ്യുള്ളൂ, സ്വന്തം ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ആ വിഭജിയുടെ സ്ഥാനത്ത് നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ ആയിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം വേദനിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അമ്മ അലമുറയിട്ട് കരയുന്നുണ്ട്, അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുമുണ്ട് ചാനലിൽ. പക്ഷെ ഇപ്പൊ ശവത്തിൽ കുത്തുന്നത് പോലെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ നേരത്തെ തന്നെ നമുക്ക് ഓരോ കുടുംബത്തിലും ചെയ്യേണ്ടതാണ് അത് ബേസിക്കലി. കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു. ആ പയ്യനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, നന്നായിട്ട് അന്വേഷിച്ചിട്ടില്ല. സെക്കൻഡ്ലി, ഈ കുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ കുട്ടി ആരോടും തുറന്നു പറയുന്നുമില്ലല്ലോ. ഇത് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിൽ നമുക്ക് ധാരാളം, ഇപ്പോഴല്ല, എഡ്യൂക്കേഷനിൽ നമുക്ക് എന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നമുക്ക് കൂട്ടുകാരെ കിട്ടും. എന്താണ് ആ കുട്ടിയെ ഇതിന് പ്രേരിപ്പിച്ചതെന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു ഉത്തരം കിട്ടുന്നില്ല അല്ലേ. കാരണം ഈ കാലഘട്ടത്തിലെ കുട്ടിയാണ് ഒരുപാട് എഡ്യൂക്കേഷനിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയമാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഫ്രാങ്കായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അച്ഛനമ്മമാരും എല്ലാം ഉണ്ട്. എപ്പോഴും നമുക്കെല്ലാം തുറന്നു പറയാൻ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, അച്ഛനമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട് അല്ലേ. പിന്നെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ആയിരിക്കണം. അത് എവിടെയാണ് അവൾക്ക് തെറ്റുപറ്റിയതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സോ അതിലേക്ക് ചിന്തിക്കുമ്പോഴാണ് എങ്ങനെ ഇത് സംഭവിച്ചു, ആ മനസ്സ്, അത് സ്വന്തം ജീവൻ ഒടുക്കാനുള്ള ആ മനസ്സ് എങ്ങനെ അവൾക്ക് ഉണ്ടായി അല്ലെ. ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും മേല അല്ലേ. അപ്പൊ അത് ഏതോ ഒരു മനസ്സിനെ അത്രയ്ക്കും വിഷമം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനോധൈര്യം വിട്ടുപോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും ആ കുട്ടി. അത്രയ്ക്കും വേദനകൾ സഹിച്ചു, അത്രയ്ക്കും ഉദരങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയും നടക്കുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ ഇപ്പം പ്രസവമുറിയിലെ കാഴ്ചകൾ വരെ നമ്മൾ കാണുന്നുണ്ട് നെറ്റ് വഴിയും, അല്ല അതെ, ഓൺലൈനായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. പ്രസവമുറിയിൽ എത്രയാണ് വേദന സഹിച്ച ഒരമ്മ ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്നത്. ഇപ്പോഴാണ് നമ്മുടെ കൃഷ്ണകുമാർ സാറിന്റെ മോൾ ദിയയുടെ പ്രസവം ഷൂട്ട് ചെയ്ത്, അതിനു മുന്നേ ശ്വേതയുടെ എല്ലാം ഷൂട്ട് ചെയ്യുന്നു. ഇപ്പം മിക്കവരും സപ്പോർട്ടിനും ഇമോഷണൽ സപ്പോർട്ടിനായിട്ടും ധൈര്യം കൊടുക്കാനായിട്ട് ലേബർ റൂമിലേക്ക് അവർ അലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എത്ര വേദനയാണ് അവർ സഹിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ പെൺകുട്ടിയും ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുക അവരുടെ ചിന്തയിലും, അവരുടെ ഗോള് അച്ചീവ് ചെയ്യാൻ, അവരുടെ ഡ്രീം, അവരുടെ പാഷനിലേക്കുള്ള യാത്ര അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ വിദ്യാഭ്യാസം കാലഘട്ടം എടുത്തു നോക്കിയാലും, ഗുരു ശിഷ്യ കാലഘട്ടമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഈ മോഡേൺ ഈ 2025 വന്ന് നിൽക്കുമ്പോൾ AI യുടെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും
നമുക്കെല്ലാം എപ്പോഴെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സിനോട് ഓപ്പണായിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഓക്കെ, എവിടെ ചെന്നാലും നമുക്ക് കിട്ടും. ഓക്കെ, അത് ടീച്ചേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾക്ക് നല്ല ബോണ്ടേജ് ഉള്ള, നല്ല ബോണ്ടിങ് ഉള്ള നല്ല ഫ്രണ്ട്സ് നമുക്കുണ്ടാകണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനായിട്ട്, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാകണം, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വിഭജിക അത് വേണ്ടാന്ന് വെച്ചത്? അവൾ അവളിലേക്ക് തന്നെ ഒതുങ്ങി പോവുകയായിരുന്നു. അവിടെയും തെറ്റിപ്പോയില്ലേ? എപ്പോൾ നമ്മളിലേക്ക് ഒതുങ്ങി പോകാതിരിക്കുക. നമ്മളുടെ ടാലന്റ് എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ, അത് റീച്ച് ആകാനായിട്ട് തന്നെ ശ്രമിക്കണം. അതിന് സപ്പോർട്ട് ആ ഹസ്ബൻഡിന്റെ വീട്ടുകാർ തന്നെ ആയിരിക്കണമല്ലോ. അവര് എതിരായിട്ട് നിന്ന് അവളെ ഒരുപാട് ഹരാസ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ആ കുട്ടി ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തിറങ്ങുക, അവിടുന്ന് രക്ഷപ്പെടുക. എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തി. എത്രയോ പേര് സിംഗിൾ മദേഴ്സ്, എത്രയോ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ? കൂലിപ്പണി എടുത്തിട്ടാണേലും വളർത്തിക്കൊണ്ട് വരുന്ന എത്രയോ അമ്മമാരുണ്ട്, സിംഗിൾ മദേഴ്സ്, അല്ലെ? അതുപോലെ ഒരു നിമിഷം എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് ലാസ്റ്റ് സ്റ്റേജ് വരെ വെയിറ്റ് ചെയ്യാതെ ആ കുഞ്ഞിനെ എപ്പോഴാണോ ടോർച്ചർ, ഭയങ്കര മിസറബിളായിട്ടുള്ള ലൈഫ് മിസറബിളായി പോയത്, അപ്പോൾ അവൾ ആരോടെങ്കിലും പറഞ്ഞു, ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും നമ്മളെ രക്ഷിക്കാൻ ആൾക്കാർ വരും, നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. സെൽഫ് കെയർ ഉണ്ട്, നമുക്ക് എന്താ പറയുന്നത്, ഒരു അവയർനെസ് ഉണ്ടാവണം, അല്ലേ? അതാണ് നമ്മളിപ്പം ഉണ്ടാകേണ്ടത്. എല്ലാ പെൺകുട്ടി ഇപ്പം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ലൈഫ് സ്കിൽസ്. ഒരു തിങ്കിങ് സ്കില്ലാണെങ്കിലും, അല്ലെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ കൂടിയും, പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ കൂടിയും, സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് എല്ലാം നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഈ എല്ലാ ആക്ടിവിറ്റീസും ഒരു അവയർനെസ്, എല്ലാ ആക്ടിവിറ്റീസിലും ഒരു 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 മോറല്, ഒരു അവയർനെസ് എല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും നമുക്ക് കിട്ടാത്ത കൊണ്ടല്ല, നമ്മൾ സ്വന്തമായിട്ട് എന്തോ നമുക്ക് ആ ഒരു ഡിസിഷൻ മേക്കിൽ ഏതോ തെറ്റ് അവിടെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ മനോധൈര്യം വിട്ടുപോയത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാവരുത്. എല്ലാ പേരൻസിനോടും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട ചാനലിലെ ചർച്ചകളിലെല്ലാം കണ്ട അതും ഒപ്പീനിയൻസ്, അതായത് കമന്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോഴും എല്ലാവരും പറയുന്നതും, നിങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണമായിരുന്നു എന്ന്. എങ്ങനെയെങ്കിലും അത് ആ കുട്ടി എന്താണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ അറിയണമായിരുന്നു, അല്ലേ? അത് തീർച്ചയായിട്ടും ഇപ്പോഴല്ല അത് അറിയണ്ടേ, അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് പല വഴികളുണ്ട്. എൻ്റെ കുഞ്ഞ് എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് പല വഴികളുണ്ടായിരുന്നു, അല്ലേ? അത് നഷ്ടപ്പെടുത്തി പോയി. തീർച്ചയായിട്ടും അത് ആസ് എ പേരന്റ് അവർക്ക് പറ്റിയില്ല എന്നുള്ളതാ. ലാസ്റ്റ് മൊമെന്റിൽ അവർ ചാനലുകളിലൊക്കെ കറുത്തിരിക്കുന്നവൻ വെളുത്ത പെണ്ണ്, സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കെട്ടി, അങ്ങനെ കറുപ്പിലും വെളുപ്പിലും ഒരു റേസിസം നമ്മൾ പറയാൻ പാടില്ല. കാരണം കറുത്ത ആളായതുകൊണ്ട് അയാളുടെ മനസ്സ് കറുത്തിരിക്കണമെന്നില്ലല്ലോ, വെളുത്തയായിരിക്കുന്നതുകൊണ്ട് മനസ്സ് നല്ല പ്യുവറായിട്ട് ഇരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് കറുപ്പിലും വെളുപ്പിലും അല്ല കാര്യം. ആക്ച്വലി കറുത്തിരിക്കുന്നവരെല്ലാം മോശമാണോ? അല്ല. അപ്പൊ അതിനകത്തല്ല കാര്യം. അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യമോ കളറിലോ അല്ല സൗന്ദര്യം. അവന്റെ മനസ്സ് അത്രയ്ക്ക് മോശമായിപ്പോയി, അവന്റെ മനസ്സ് ഭയങ്കര ക്രൂക്കഡായിപ്പോയി, അല്ലെങ്കിൽ ഒരു ഡെവിളിഷ് ആയിപ്പോയി. അതുകൊണ്ടാണത് സംഭവിച്ചത്. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു ആ കുട്ടിയെ, അല്ലേ? ഒരു 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 വേലക്കാരിയെ പോലെ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. സോ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.